ഉമ്മ ഉമ്മ ഒന്ന് തുറക്ക്. എന്താണ്? നേരം വെളുത്ത് ഇനി വാപ്പിക്കൊപ്പം കുറച്ചേരം ഞാൻ കിടക്കട്ടെ. നാണല്ലേ പെണ്ണ നിനക്ക്? എനിക്ക് ഇത്തിരി നാണം കുറവാ. അങ്ങോട്ട് മാറി വാപ്പി. അയിലുണ്ട്, നല്ല പടക്കണം മത്തിയുണ്ടേ. അപ്പൊ അയില പടക്കൂല? അയില ഇവിടെ എത്ര വരെ പടച്ചതാണ്. കൊഴങ്ങി കാണും, റെസ്റ്റ് എടുക്കുക. ആരെങ്കിലും മത്തി എടുത്തു. കുറച്ചാക്കുന്നു 1-2 കിലോ മേടിച്ചോള്. എന്റെ ബഷീർക്ക വന്നല്ലേ? അല്ല ബഷീർ എത്തിയ? ആഹാ, നട്ടാപ്പോ സുധീഷ് പോയാ? ഓ രാവിലെ പോയി. പക്ഷെ ലീവ് ഉണ്ടോ കുറച്ച്? ഇനി പോണില്ലെന്നാ കേട്ടെ. പൈസ അതവിടെ വെച്ചോ, ഓനെത്തി ഞാൻ പറഞ്ഞോളാം. ഞാൻ മറക്കത്ത് കയറാറി ഓനോട്. നമുക്ക് പടക്കണായില്ല. എന്താ പാട്ട്. എനിക്ക് വേണേൽ ഇന്ന് വാപ്പി വന്നേ വെച്ച് അക്ഷയ സെന്ററിന്ന് ലീവെല്ലാം കിട്ടും. പിന്നെ ഇവിടെ ചിലരുടെ ഒറ്റക്കുള്ള റൊമാൻസിൽ കിടന്ന് വരവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ പോക്ക്. പക്ഷെ ഞാൻ നേരത്തെ വരുവേ. ഒന്ന് പോയിക്കാണ്. പിന്നെ വയസ്സാം കാലത്തല്ലേ കൊറേ റൊമാൻസ്. അതുകൊണ്ട് ഞാനൊന്നും കാണുന്നേ ഇല്ല. ഞാനിവിടെ ഉണ്ടെന്നുള്ള വിചാരം വേണോ കേട്ടോ രണ്ടാൾക്കും. പഠിച്ചോനെ എന്ത് റൊമാൻസ് ആണ്. അനക്ക് എന്നോട് വല്ല അസൂയുണ്ടാടി? എനക്കെന്താ അസൂയ? എന്താണ് പിന്നെ എന്റെ ഈ ഒളിഞ്ഞ നോട്ടുണ്ടല്ലോ, ഒളിഞ്ഞു നോട്ടു. അതത്ര ശരിയുള്ള കാര്യം. അല്ലേലും ഉമ്മക്ക് എന്തേലും പറഞ്ഞു ജയിക്കണല്ലോ. എന്താണ് എന്റെ ജുവേരിയായിട്ടൊരു ഉടക്ക് പോലെ? അത് ചുമ്മാതാ വാപ്പി. എന്താ വാപ്പി വയറ് ചാടി തുടങ്ങിട്ടാ? വയറാ? പിന്നെ ഇത് മസിലാടി മോളെ, അബ്ഡോമൻ മസിൽ. എന്നാ മസിലങ്ങ് കുറച്ചോളി. ഇനിയിപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാ അയക്ക. ഈ പെണ്ണിന്റെ നാക്കിന് ഒരു ബെല്ലും ബ്രേക്കും ഇല്ല. अरे खूबसूरत लड़की, मेरे को एक गरम चाय दे दो. എന്താണിക്ക? എന്താണിക്ക? ഒരു ചൂട് ചായ എടുക്ക് സുന്ദരിക്കുട്ടി. ഇക്ക ഇനി തിരിച്ചു പോകില്ലെന്ന് പറഞ്ഞത് സത്യാണോ? ജുവേരിക്കുട്ടി, അന്നേ മോളെയും വിട്ടിട്ട് ഇനി ഞാനിവിടെ തനിച്ച് നിന്നാ പടച്ചോൻ പോലും എന്നോട് പൊറുക്കൂല. അയ്യോ, മറ്റേ ആ പൂച്ച കൊണ്ടുപോകും. ഇക്ക എന്നെ പിടിച്ചേ, കൊല്ലു ഞാൻ. വലിയ മത്തയും കൊണ്ടു. ഒന്ന് മാറി. അതെ, നമ്മളിവിടെ കൊറേ നായി കാത്തിക്കാൻ തുടങ്ങിയിട്ട്. അതിനിപ്പോ ഞാൻ എന്താക്കാനാ? നെറ്റ് സ്ലോ ആണ്, കിട്ടണ്ടേ? നിങ്ങളെല്ലാം ഇങ്ങനെ കൂടി ഒന്ന് റെഡി ആവുക. ആടെ പോയിരിക്കും, അല്ലെങ്കിൽ നാളെ വാ. ഇത് കൊറേ സ്ഥലം നാളെ നാളെ അറിയാൻ തുടങ്ങിയിട്ട്. എന്നാടെ പോയി കാത്തിക്ക്. ഓളോ ചേരം കണ്ണൂര് കലക്ടറാന്നാ വായിക്കാം. സ്വഭാവമൊക്കെ അറിയില്ല. അടങ്ങൂലിക്ക. ചേട്ടാ ഇവിടെ ഒന്ന് സൈൻ ചെയ്യ്. കുടുംബത്തിൽ ഒരു നിക്കാണ്ടായിരുന്നടി, അതുകൊണ്ടാ കല്യാണത്തിന് വരാഞ്ഞ്. അത് സാരല്ലടി. ആളെങ്ങനെയുണ്ട്? ചേട്ടൻ പാവടി. ഞാനിപ്പോ വരാം. മിന്നു, ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. നീ ഇതൊന്ന് കോപ്പിയാക്കി ഇവർക്ക് കൊടുത്തേ. ചേട്ടാ മോളെ മോളെ ഒന്ന് നിക്കണേ. എന്ത് പറ്റുമല്ലോപ്പാ? ഇവളുടെ ഫോട്ടോ ഒന്ന് മാറ്റി തരണം. ആധാർ കാർഡിൽ ഫോട്ടോക്ക് ഇത് എന്ത് പറ്റി? ഓ, ലുക്ക് അത്ര പോരല്ലേ? ഒരു മൊഞ്ചുമില്ല. നിങ്ങൾ ബേജാറാക്കണ്ട, ഇതിപ്പോ റെഡിയാക്കി തരാം. സാറേ, നിങ്ങൾ ഈ ഫോട്ടോയുടെ കാര്യം ഒന്ന് നോക്കണേ. ഒരു ചെറിയ കുടുംബ പ്രശ്നം. ഞാൻ എന്നാ ക്ലാസ്സിലോട്ടല്ലേ? ഓ ശരിയായി തരാം. സാറ് ശരിയാക്കി തരുവേ. ശരി വാ.
രണ്ടുപേരും മിക്കി മൗസിനെ കളിപ്പിച്ചോണ്ടിരുന്നോ. മോളെ ഒന്ന് സുകുമാര സാറിന്റെ അടുത്ത്. ശരി ചേച്ചി. നിങ്ങളത് ചെയ്തോ? ആ ചെയ്തേ ചേച്ചി. നോക്കട്ടെ. ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ട് മെർജ് സെന്റർ കൊടുത്തു. മോളെ ഒന്നങ്ങോട്ട് വന്നേ. ആ കളക്ടറുകാരെ കൊണ്ടൊന്നും നടക്കും തോന്നുന്നില്ല. അതൊന്ന് ശരിയാക്കി തരണേ മോള്. കുറച്ചേരം കൂടെ നോക്കാക്ക. പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ബാങ്ക് കൊടുക്കാൻ സമയേ, അതിന് മുമ്പൊന്ന് ശരിയാക്കി തരണം. ആ. ആ. ബസീറെ ചായ. ആ. എന്റെ ബിഞ്ചിയാക്ക, നിങ്ങളുടെ ഈ ചായയുടെ ഒരു രുചി ബോംബെയിൽ എവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ഒരു കൈപുണ്യം. ഇന്നെ തന്നെയാണോ ബസീറെ ഇനി പറഞ്ഞ്? ഇടക്കിടക്ക് നാട്ടിലേക്ക് ഓടി വരുന്നത് തന്നെ നിങ്ങളുടെ മുഖബത്തുള്ള ഈ ചായ കുടിക്കാനായിട്ടാ. അറിയോ? അല്ലാണ്ട് കെട്ടിയോളെയും കുട്ടികളെയും കാണാനല്ല അല്ലേ? അതുകൊണ്ടെന്ന് വെച്ചോ, നല്ലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വലിയ പെരുന്നാൾ ഒരുമിച്ച് വന്നൊരു സന്തോഷമല്ലേ. അല്ലാ, ഇന്നെങ്ങനെ പറഞ്ഞു മാനത്ത് കേട്ടല്ലേ ബസീറെ? ഞാൻ സത്യം പറഞ്ഞേക്കാം. ബഷീറെ അസ്സലാമു അലൈക്കും. ഈ കൈപ്പുണ്യം എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും പടച്ചോൻ വാരിക്കോരി കൊടുക്കൂല ബസീറെ. ഇന്ത്യ ചായപ്പീടിയ സിറ്റിയിലാണെങ്കിലുണ്ടല്ല ഞമ്മളൊരു കസറിയനെ. അതൊന്നും മെനക്കെട്ട് കഴിഞ്ഞ് ഇവിടെ കസറിക്കൂടെ? എന്റെ പൊന്ന് ബഷീറെ, നല്ല കടുപ്പത്തിൽ പഞ്ചാരിട്ടാൻ ഒരു ചായ വെച്ചാലേ കണ്ണൊക്കെ പാടം ഉരുറ്റാണ്ട ഒരു ചായ ഇടുന്നേ. അങ്ങനെയുള്ള ഇയാളെ ഈ പീടിയൊക്കെ ആര് കേറാനാ? കാട്ടം പറ്റുന്നോക്കൊക്കെ അമ്മതിരം മതി. അങ്ങനെയുള്ള ഇന്റെ കടയിൽ കയറിയിട്ട് വലിയ മെച്ചൊന്നുമില്ല. ഹലോ ബഷീറെ, ഞാൻ എന്നാ മറക്കാം. ഇമ്പടക്ക് ചോദ്യം ഇപ്പൊ ചോദിക്കുന്നു എനിക്കറിയായിരുന്നു. അല്ല അതിനിപ്പത്തെ കുഴപ്പം, ഈ ചോദ്യമൊക്കെ ഒരു നാട്ടടപ്പല്ലേ? അല്ല ബഷീറെ, എന്തായാലും കുറച്ചാൾ കൂടെ ഉണ്ടാവും. ആ അത് നന്നായി. അതോട്ടാ പെട്ടെന്ന് തന്നെ ഓൾ ഇറങ്ങി. നേരത്തെ ഈ ഇങ്ങനെ പാത്തും പതുങ്ങി പോട്ടം പിടിച്ചിരിക്കാണ്ട് ഇന്നെങ്കിലും ചെന്ന് ഓളോട് ഇഷ്ടാന്ന് പററിയാസേ. അങ്ങനെയെങ്കിലും നീ പിന്നാലെ നടക്കണ വിവരം ഓൾ അറിയട്ടെ. അതോട്ടാ ഇന്ന് ഞാൻ ഓളോട് പറയും. നിങ്ങൾ കണ്ടോ? എന്തിയാ പോണില്ലേ? ആ ജംഗ്ഷൻ കഴിഞ്ഞൊരു വളവില്ലേ, ആടെ നല്ലൊരു സ്പോട്ടുണ്ട്. ഓളാടെ എത്തുമ്പോഴത്തേക്ക് ഞാൻ ചെന്ന് പറയും ഓളെന്റെ കൽബി കൂടി കയറിയ കാര്യം. നിങ്ങൾ കണ്ടോ? നമ്മളിന്ന് പള്ളിയിലേക്ക് എനിക്ക് അത്യാവശ്യം സ്ഥലം വരെ പോണം. അല്ലോ നമുക്ക് ബാങ്ക് കൊടുക്കാൻ എന്ത് ഇത്ര അത്യാവശ്യം? ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടൊക്കെ പോയാൽ മതി. പള്ളിയിൽ വന്നാലേ എനിക്ക് ലെറ്റർ കിട്ടുള്ളൂ നിക്കാഹ് കഴിക്കണമെങ്കിൽ. അത് ഓർമ്മിച്ചോ? ശരിന്ന് കൊണ്ടാക്കാം. പോട്ടെ. അല്ലേ ബോംബെയില് പണിയൊക്കെ കഴിഞ്ഞ് സ്ട്രീറ്റിലൂടെ നമ്മുടെ മുറിയിലേക്ക് പോകുമ്പോ വഴിയിൽ രതിയാച്ചക്കയുടെ തട്ടുകടയെന്നൊരു മണം വരും. ഒരിടെ സ്പെഷ്യല് ബോംബെ ചിക്കന്റെ മണം. പിന്നെ അത് കഴിച്ചിട്ടല്ല അത് ഒരടി മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത്ര ടേസ്റ്റാ. അപ്പൊ ഇനി അതെങ്ങനെ കഴിക്കും വാപ്പി? അത് കുഴപ്പമില്ല. ഓരുടെ കൂട്ടും വെപ്പും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ഉമ്മാട് ഒരേ ടേസ്റ്റ് ചിക്കൻ കറി കഴിച്ച് മതിയായി. മതിയായവര് കഴിക്കാത്തോണ്ടാവും പാത്രത്തിൽ കറിയൊക്കെ തീർന്നു പോയത്. അയ്യോ, വാപ്പിക്ക് ഒരാഗ്രഹമുണ്ട് മോളെ. എന്താ വാപ്പി? ചെറുപ്പത്തില് എൻ്റെ വാപ്പി അത്യാവശ്യം ജോറായിട്ട് എന്നെ വരക്കുമായിരുന്നു. അന്ന് വാപ്പിക്കിടാൻ നല്ല ഉടുപ്പുകളൊന്നും ഇല്ലെങ്കിലും വാപ്പി വരക്കുന്ന പടങ്ങളിലെ ആളുകൾക്ക് നല്ല ബർക്കത്തുള്ള ഉടുപ്പുകളായിരുന്നു. ഇവിടെ വാ, നിന്റെ കൊച്ചാപ്പ വന്നിട്ടേ ഒന്നും തന്നില്ലാന്ന് വേണ്ട. പാന്റിനുള്ള ഫോറിൻ തുണിയാ, കൊണ്ടുപോയി തുന്നിച്ചിട്.
അന്നോട്ട് ആ കടയിൽ പോകുമ്പോഴൊക്കെ എന്റെ പാന്റിന്റെ വളർച്ച ഞാൻ പോയി നോക്കുമായിരുന്നു. ബഷീറേ, അന്റെ പാന്റ് റെഡി ആയിട്ടുണ്ട്, തുന്നക്കായിട്ട് വാ. പൈസ നീ കിട്ടുമ്പോ തന്നാ മതി. എന്റെ പാന്റ് നീ കൊണ്ടുപോയിക്കോന്ന് ആ കടക്കാരൻ പറയണേന്ന് എന്ന് ഞാൻ തുപ്പാ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ ബേജാറ് കണ്ടിട്ടാവും ഉറങ്ങിക്കിടന്ന് ഉപ്പാന്റെ പോക്കറ്റിൽ നിന്ന് ഉമ്മ കാശെടുത്ത് തന്നു. ഈ വലുതായത് എന്റെ കൂട്ടാണാ? തയ്യക്കാരന്റെ അളവ് തെറ്റിയതാണോ അല്ലെങ്കിൽ ഓര് പറഞ്ഞ പോലെ ഞാൻ വലുതായതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നൊന്ന് ഞാൻ തീരുമാനിച്ചു, ഞാൻ വരക്കുന്ന പോലത്തെ ഉടുപ്പുകൾ എനിക്ക് ഉണ്ടാക്കുകയും വേണം, എനിക്കത് ഇടുകയും വേണം. അതിന് ഞാൻ തയ്യൽ പഠിക്കണം. തയ്യലൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഉപ്പ ബോംബെയിൽ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി തരാക്കി. ബോംബെയില് മുന്തിയ ഫാഷനൊക്കെ ഉള്ള സ്ഥലമല്ലേ, കൂടുതൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് കരുതി അന്ന് തന്നെ വണ്ടി കയറി. ഞാൻ പോയ തക്കത്തിന് ഉപ്പ ഉമ്മയും എന്റെ 3 പെങ്ങന്മാരെയും വിട്ടിട്ട് വേറെ പെണ്ണ് കിട്ടി. കള്ളക്കിളവൻ. ഉമ്മാക്കും പെങ്ങന്മാർക്കും പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ എന്റെ കിനാക്കളെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് കമ്പനിക്കാർ വരച്ചിടുന്ന തുണികളിൽ തുന്നി തുടങ്ങി. തുന്നിക്കൂട്ടുന്ന തുണികളുടെ എണ്ണം നോക്കിയായിരുന്നു പൈസ. ആ പൈസയിൽ മാത്രമേ പിന്നെ വാപ്പിയുടെ ശ്രദ്ധ മുഴുവൻ. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ബാധ്യതകളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോ മറന്ന കിനാക്കളൊക്കെ വീണ്ടും തെളിഞ്ഞു വന്നു. അങ്ങനെ പഴയതും പുതിയതുമായ ഒരുപാട് ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തി മനസ്സിൽ ഞാൻ വീണ്ടും വരച്ചു തുടങ്ങി. ആ ഡിസൈനുകളൊക്കെ ഡ്രസ്സുകളാക്കി വാപ്പിക്ക് ദുനിയാവിൽ കാണിക്കണം. പടച്ചോനായിട്ട് നമ്മളെ കഴിവ് കാട്ടി തന്നിട്ട് അതിനുവേണ്ടി ഒന്നും ചെയ്യാതെ ജീവിച്ച മയ്യത്താവാൻ വാപ്പിക്ക് വയ്യ മോളെ. ഇട ഈ നാട്ടിൽ നിന്ന് തന്നെ വേണം എല്ലാം തുടങ്ങാൻ. ഇപ്പോ ഈ പ്രായത്തിലും വാപ്പിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ധൈര്യവും ശക്തി എന്റെ മോളാ. എന്റെ വാപ്പിയുടെ സന്തോഷമാണ് വാപ്പി, എന്റെ സന്തോഷം. അതിനപ്പുറം എനിക്ക് വേറെ ഒന്നുമില്ല. ചിക്കൻ ഫ്രൈ. നല്ല വിശപ്പ്. വെച്ചോണ്ടിരിക്കാതെ വേഗം കഴിക്കും മോനെ. എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. ഉമ്മ, എനിക്ക് ലെഗ് പീസ് ഇല്ലേ? അയ്യോ എന്റെ മോനെ, അതിന്റെ കുഞ്ഞിന് കൊടുത്തടാ. കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് എനിക്ക്. പാപ്പ, കുടുംബത്തിൽ നിന്ന് വേണ്ട, നമുക്ക് പുതിയൊരു ബന്ധമല്ലേ വേണ്ടത്. ഞാൻ സെറ്റാക്കും പാപ്പ. 4 മാസം കൂടെ ഉണ്ടല്ലോ ഇവിടെ. ഇക്ക, നിങ്ങൾ നോക്കി. കറക്റ്റല്ലേ? നമുക്കോട്ടെ. അല്ല ബഷീറേ, മോന്ത കാണാൻ എത്രയും വലിയ കണ്ണാടിയാ. മുഖം മാത്രമല്ലടോ, ഇടക്ക് മുഴുവനോടെ ഒന്ന് കാണുന്നതല്ല. ഈ ഒന്ന് വന്ന് നോക്കിയേ. ഇപ്പളാ? എപ്പോഴാണെങ്കിലും ഈ ഇങ്ങനെ തന്നെയല്ലേ. വാ. എന്നാ പിന്നെ അതൊന്നും കാണാ. വാ നോക്ക്. എങ്ങനെയുണ്ട്? ആകെ ഒരു പഴകിയ മാതിരി ഉണ്ടല്ലേ ബഷീറേ? ഉണ്ടല്ലേ. ഈ ഒരു തോന്നലുണ്ടാക്കാനാ ഇവിടെ കണ്ണാടി വെച്ചത് അല്ലേ? ഈ എന്തിനാ എപ്പോഴും ഇങ്ങനെ പഴഞ്ചനായിട്ട് ജീവിക്കുന്നത്? ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ ഒരു ദിവസത്തെ ലാഭത്തിന്റെ പകുതി മതി നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചിടാൻ. നല്ല ഡ്രസ്സും ഇട്ട്
മൊഞ്ചനായി ഈ വെക്കുന്ന മീൻ പോലെ ഫ്രഷ് ആയിട്ട് കച്ചവടത്തിന് ഇറങ്ങി നോക്ക്. 2 വീട്ടുകാരെങ്കിലും കൂടുതൽ മീൻ വാങ്ങിക്കും, ഉറപ്പ്. മാത്രമല്ല എൻ്റെ പേരക്കുട്ടികളെ അവരുടെ ചങ്ങായിമാരെ വഴി വെച്ച് കണ്ട പരങ്ങി നിൽക്കാതെ ധൈര്യമായിട്ട് ചെന്ന് അവരെ ഒന്ന് കൊഞ്ചിക്കുകയും ചെയ്യാം. ബഷീറേ ഞാൻ ടേപ്പിനെടുത്താ, എന്നിട്ട് ഇന്നൊരളവെടുക്ക്, എന്നിട്ട് എനിക്ക് പറ്റിയൊരു തുണി എടുത്തിട്ട് ഇജന്നെ ഒരു കുപ്പായം അടിച്ചാൽ അല്ല പിന്നെ അതാണ്. ഇതെന്താ വാപ്പി കണ്ണാടിയൊക്കെ? ഞാൻ പൊന്നു മോളെ, ഞാനതൊന്ന് ചോദിച്ചാനാ ഈ അളവെടുപ്പ് ഇവിടെ നടക്കണേ. ഇവനെ അമ്മേ ഞാൻ ഇപ്പൊ വരാ. എന്നാ ബഷീറേ ഞാനൊരു ചാടിച്ചിട്ട് ഇപ്പൊ വരാം. ആയിക്കോട്ടെ. ആ ബഷീർക്കാ, ഇപ്രാവശ്യത്തെ പെണ്ണാണല്ലോ ശരിയായി കേട്ടാ. ആഹാ. നിങ്ങൾ എന്ത് മാന്ത്രികാണ് ഈ ഷർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ പെണ്ണിനും വീട്ടുകാർക്കും എന്നെ ഇഷ്ടായിന്ന്. എന്റെ കുറവുകളൊന്നും ചൂന്ന് കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ഇപ്പൊ എന്റെ അടങ്ങേറും ബേജാറും ഒക്കെ മാറിയില്ലേ? ഇനി എപ്പോഴാ കല്യാണം? അയ്യോ പെട്ടെന്ന് വേണോ? എല്ലാം ശരിയാവില്ല. എല്ലാം പറഞ്ഞിട്ടോളം മനസ്സാരെങ്കിലും മാറ്റിയാലോ. 21ാമത്തെ പെണ്ണ് കാണല ഇത്. ഇനി കഴിയൂല. എന്നാ പോട്ടേക്കാ. ശരി ശരി. ഇതുപോലത്തെ കുറച്ച് ഷർട്ട് വേണ്ടി വരും കേട്ടാ. വാപ്പി, ആ ഇതാടാ. ആ ചേട്ടൻ പറഞ്ഞ ഷർട്ടിലെ മാന്ത്രികം എന്താ? ഏത് ചേട്ടൻ? ആ പെണ്ണ് കാണാൻ പോയി സന്തോഷത്തിൽ വന്ന ആ ചേട്ടനില്ലേ, വാപ്പി ഷർട്ടിൽ എന്തോ. പത്മരാജൻ. അവന്റെ ഇടത്തെ കൈക്ക് ഇത്തിരി നീളം കൂടുതലാ. അതുകൊണ്ട് അവന്റെ തോള് എപ്പോഴും ഇങ്ങനെ ഒരുപാട് ചരിഞ്ഞേ കിടക്കുള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുന്നവർക്കും അവന്റെ ബോഡിയുടെ പ്രശ്നം അറിയാൻ പറ്റും. അതിന് ബാപ്പി ചെയ്തെന്താണെന്നറിയോ? ഓന്റെ ഷർട്ടിന്റെ ഷോൾഡർ തയ്ക്കുമ്പോ അതിനകത്തൊരു കമ്പിയും ഒരു പാഡും വെച്ചങ്ങനെ സ്റ്റിച്ച് ചെയ്തു. അപ്പോ തോള് എത്ര ഇടിഞ്ഞു കിടന്നാലും ഷർട്ട് അങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് എന്തായി, ആരും അവന്റെ കുറവ് കണ്ടില്ല. ഇപ്പൊ ആരും ചോദിക്കാത്തതുകൊണ്ട് പത്മനാഭൻ തന്നെ മറന്നു കാണും. വാപ്പി, സത്യത്തിൽ അതൊരു പറ്റിക്കലല്ലേ? എന്ത് പറ്റിക്കല്? ആ കുറവ് കൊണ്ട് അവന് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടില്ല, കാണുന്നവർക്ക് ആ ബുദ്ധിമുട്ട്. അപ്പോ അതിനുള്ള അവസരം ഇല്ലാണ്ടാക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോ കുറയ്ക്കാൻ നമ്മുടെ കുറ്റവും കുറവും ഇടുന്ന ഉടുപ്പുകൊണ്ട് മറയ്ക്കാൻ പറ്റുമല്ലേ വാപ്പി? പിന്നല്ലാതെ. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മുടെ നല്ലത് തുറന്നു കാണിക്കാനും ഉടുപ്പിന് പറ്റും. ഇപ്പതേ ഈ തട്ടമിട്ട ആമരക്കുട്ടിയെ കാണാൻ എന്ത് ചെയ്യാല എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഈ തട്ടത്തിനകത്ത് ജീവിക്കണമെന്ന് വാപ്പി പറയൂല. അതെന്താ വാപ്പി, തട്ട അത്രക്ക് മോശ? മോശമല്ല, പക്ഷെ മാറ്റം വേണം. എന്തിന്? നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ കാലാവസ്ഥക്കനുസരിച്ചുള്ള മാറ്റം, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള മാറ്റം. ഇപ്പതേ നമ്മുടെ PT ഉഷ അവര് സാരി കൊടുത്തിട്ട് ഓടി എങ്ങനെ ഉണ്ടാവും? അതുപോട്ടെ നമ്മുടെ സാനിയ മിർസ തട്ട് കിട്ടുകൊണ്ട് ടെന്നീസ് കളിച്ച് എങ്ങനെ ഉണ്ടാവും? ജോറായിരിക്കൂലേ? അതാ ഓരോ ജോലിക്കും അതിനിണങ്ങുന്ന വേഷം. അത് ശരിയാണല്ലോ വാപ്പി. അപ്പൊ സമയത്തിനനുസരിച്ചുള്ള മാറ്റമൊക്കെ നമുക്ക് വേണമല്ലേ? വേണമല്ലോ. അതൊക്കെ എന്റെ പൊന്നു മോൾക്ക് സമയമാകുമ്പോ മനസ്സിലാവും. ഓക്കെ? കേട്ടോ? കാലൊന്ന് പൊക്കി വെക്കുമ്പോ അടച്ചോരിയിട്ട് വെളിച്ചിട്ട് തീർത്ത്. ഇതെങ്ങനെ നടക്കും? മിണ്ടാണ്ടിരിക്കും. ഓ ഒരു വാപ്പയുടെ മോള്. അയ്യോ പതുക്കെ. നാണം കെടുത്തല്ലേ മോളെ. മൈദ പൊട്ടി മണം വരുമ്പോ തീയൊന്നും അടച്ചേക്കണേ. ശരി വാപ്പി. നോക്കിക്കെടുത്തില്ലെങ്കിലേ അതുകൊണ്ടാ കറി കേടായെന്ന് എന്റെ വാപ്പി പറയുവേ. ഉമ്മ വെക്കണ കോഴിക്കറിനേക്കാളും നന്നാവുന്നുള്ള ബേജാറാവും ഉമ്മയ്ക്ക്. ഒന്ന് പോടി. അത് തന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്റെ കെട്ടിയോളെ കുശുമ്പിക്കളി. ഓ ഇതാ വരണേ.
അലിയായിരിക്കായിരുന്ന കയറി വരി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. തേങ്ങ കുറവാണല്ലോ ബഷീറേ. ആ ഒരു പണിക്കാരനെ വെച്ച് ആ തെങ്ങിന്റെ തടം തുറന്ന് കുറച്ച് വളവിട്ട് കൊടുത്ത അടുത്ത മഴക്കാലാവുമ്പോഴേക്ക് നീ നോക്കിക്കോ, തെങ്ങ് നല്ല ഉഷാറാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയിരിക്കുക. ഇപ്പൊ പണിക്ക് പറ്റിയ നല്ല സമയം. കരുകി അൽഹംദുലില്ലാ. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കണമല്ലോ അല്ലേ? ആ കുട്ടികളെ രണ്ടിനെയും സമയാസമയത്ത് നിക്കാഹ് കഴിച്ചു കൊടുത്തോണ്ട് അനക്ക് അവരെ കുറിച്ച് ഒരു ബേജാറും ഇല്ല. അല്ല ഇവിടത്തെ മൊഞ്ചത്തി എവിടെ? ഞാനിവിടെ ഉണ്ടേ. മാമിക്ക് ചായക്ക് പഞ്ചാരക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, പടച്ചോന്റെ കൃപ കൊണ്ട് മാമയ്ക്ക് ഒരു കുഴപ്പമില്ല. ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഇട്ടോളി, പഞ്ചാര നല്ലോണം ഇട്ടോളി. ശരി, ഞാനിപ്പോ കൊണ്ടുവരാം. നിക്ക് അന്റെ മോന്തൊക്കെ എന്താ പറ്റിയേ? അത് കടലമാവാ, വെളുക്കാൻ വേണ്ടി തേച്ചതാ. ഓൾ ഓരോ കോപ്പറങ്ങൾ കാണിക്കണേ എനിക്ക. പിന്നെ കടലമാവൊക്കെ മോന്തക്കിട്ട് ഇപ്പൊ വെളുക്കാൻ പോവല്ലേ. ഓളിട്ടോട്ടേന്ന് ഉമ്മ നിങ്ങള് കഴിക്ക. ഇത് ഈ ഉണ്ടാക്കിയതാ? ആ ചോറായി. ബഷീറേ, ഞാൻ വന്നത് അനക്കറിയാലോ, എനക്കല്ലറ ചില്ലറ കല്യാണ പരിപാടിയൊക്കെ ഉണ്ട്. ഇടങ്ങാറുണ്ടാക്കാത്ത ആലോചന വന്നാൽ മാത്രമേ ഞാൻ എടുക്കൂ. നമ്മുടെ ആമീറെ കണ്ട് പൂതി വരുത്തൊരു ചെക്കൻ വന്നിട്ടുണ്ട്. ആ ഓനെപ്പറ്റി ഓൻ്റെ കുടുംബക്കാരെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല മെനയുള്ള കൂട്ടിരുന്ന് അറിഞ്ഞത്. ചെക്കൻ ഫോട്ടോഗ്രാഫറാ, ദുബായിൽ. നമ്മുടെ ആമീറക്ക് ചേരും. നമുക്കൊന്ന് ആലോചിച്ചാലോ? അല്ലെങ്കിൽ ആമീറൊക്കെ പ്രായമായപ്പോ ഞാൻ അവക്കൊരു സമ്മാനം കൊടുത്തിരുന്നു. ഓളെടുക്കുന്ന എന്ത് തീരുമാനത്തിനും ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഉറപ്പായിരുന്നു ആ സമ്മാനം. അത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന അത് തന്നെ ആയിരിക്കും എന്നാ എൻ്റെ വിശ്വാസം. ഓക്കൊരു കുടുംബം വേണമെന്ന് തോന്നുമ്പോൾ ഓള് തന്നെ പറയട്ടേക്ക്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാ പെൺകുട്ടികളും അവരുടെ ജീവിതം ആസ്വദിക്കണം. നമ്മളായിട്ട് എന്തിനാ അവരുടെ ചെറുകൾ കിട്ടുന്നത്? ഇത് മാമിക്ക്, ഇത് വാപ്പിക്ക്. നിങ്ങൾ മിണ്ടലും പറയലും കഴിഞ്ഞിട്ട് വാപ്പിയുടെ ബോംബെ ചിക്കനും കൂട്ടി നല്ല ചൂട് കപ്പയും കഴിച്ചിട്ട് പോയാ മതി. ബോംബെ ചിക്കനാ? ഏറെ ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ട് കേൾക്കുന്നത് ബോംബെ ചിക്കൻ. ഇവിടെ ഒരാള് ബോംബെന്ന് കണ്ടുപിടിച്ച ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കി നോക്കിയതാ. ആണോ ബഷീറെ? എന്നാ ബഷീറിന്റെ ബോംബെ ചിക്കനും കൂട്ടിയിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. മോളെടുത്ത് വെച്ചോ. ശരി. സന്തോഷം.